ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പ്രേമലു, ഭ്രമയുഗം, ഒപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ വാർത്തകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഈ മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യത്തെ 50 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത പ്രേമലു എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. സിനിമയുടെ പതിവ് പോലുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഭ്രമയുഗം പോലൊരു കളക്ഷൻ ഇടിവാണ് ഇന്ന് നാം കേരള ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ചതെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് തരംഗത്തിനിടയിലും ഇന്നും സിനിമയ്ക്ക് ഇന്നലത്തേക്കാൾ കളക്ഷൻ കൂടുതലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 80 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് അത് 84 ലക്ഷത്തിൽ പരമാണ്. അപ്പോൾ ഇന്നലത്തേക്കാൾ കൂടുതൽ കേരള കളക്ഷൻ 1.5 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ സിനിമ കേരളത്തിൽ ഇന്നും നേടിയെടുക്കും. സിനിമയുടെ 14ാം ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നും സിനിമയ്ക്ക് വമ്പൻ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ടുണ്ടാകും. ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 55 കോടി രൂപയിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും മലയാളത്തിലെ സമീപകാലത്തെ ഏറ്റവും വലിയ വിജയ സിനിമയായിട്ട് പ്രേമലു മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലെ സിനിമയുടെ ഒരു നേട്ടം കൂടി പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഭ്രമയുഗത്തിനേക്കാൾ മുകളിലാണല്ലോ പ്രേമലു എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കേരള കളക്ഷൻ. ഇന്നും അതിൽ മാറ്റമൊന്നും തന്നെയില്ല. ഭ്രമയുഗത്തിന് മുകളിലെ മഞ്ഞുമൽ ബോയ്സിന് താഴെയാണ് ഇന്ന് പ്രേമലു എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഭ്രമയുഗത്തിന്റെ കേരള ട്രാക്കിംഗ് വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ ഇതിനു മുന്നത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ അന്യഭാഷാ നിരൂപകരിൽ നിന്നടക്കം പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ കൂടിയാണ് ഭ്രമയുഗം. നാളെ സിനിമയുടെ അന്യഭാഷാ പതിപ്പുകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ തമിഴ്, തെലുഗു, കന്നഡ പതിപ്പുകൾ നാളെ റിലീസ് ചെയ്യുകയാണ്. ഹിന്ദി പതിപ്പ് ഒരാഴ്ചയ്ക്ക് ശേഷം അടുത്തയാഴ്ചയോടെ റിലീസും പ്രതീക്ഷിക്കുന്നു. നാളെ മുതൽ ഭ്രമയുഗത്തിന് കൂടുതൽ അന്യഭാഷ റീച്ചെല്ലാം തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. സിനിമയ്ക്ക് ഒരു പാനന്തൻ റീച്ചെല്ലാം തന്നെ ആദ്യ ആഴ്ച മുതൽ തന്നെ നാം പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ അതിന് ഹിന്ദി പതിപ്പ് കൂടി ഏറെ ആവശ്യമാണ്. ഇതിനിടയിൽ ആദ്യ ദിവസം തന്നെ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തപ്പോൾ 100 കോടിക്ക് മുകളിൽ ഈ സിനിമയെങ്കിലും മമ്മൂട്ടി ചിത്രമെങ്കിലും കളക്ഷൻ നേടിയെടുക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നുവല്ലോ. അതിന് അന്ന് ഉണ്ടായിരുന്ന അതേ ഉത്തരം തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാനായിട്ടുള്ളത്. ഭ്രമയുഗത്തിന് ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യ തരംഗം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ, പാനന്തൻ റീച്ച് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100 കോടി സിനിമയുടെ കളക്ഷൻ കടക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷെ അങ്ങനെ ഒരു പാനന്തൻ റീച്ച് സിനിമ നേടിയെടുക്കുമോ എന്നാണ് നാം ഇനി ഉറ്റുനോക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സ്. ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടി രൂപയ്ക്ക് മുകളിൽ ഇതിനോടകം തന്നെ ഉറപ്പാക്കപ്പെട്ട സിനിമയുടെ ഒരു വൻ തരംഗമാണല്ലോ ആദ്യ ദിവസം മുതൽ നാം തിയേറ്ററുകളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 10,000-ത്തിലധികം ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ ഇന്ന് മാത്രമല്ല തരംഗം, നാളെ വെള്ളിയാഴ്ച 2ാം ദിവസം പ്രവൃത്തി ദിവസത്തിൽ മാത്രമല്ല തരംഗം, അതിനുമപ്പുറം ശനി ഞായർ ദിവസങ്ങളിൽ വരെ ഇതിനോടകം തന്നെ ഫാസ്റ്റ് ഫിലിം ഷോ കൗണ്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മാസം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റെല്ലാ സിനിമകളെക്കാൾ വേറെ ലെവൽ കളക്ഷനിലേക്ക് മഞ്ഞുമൽ ബോയ്സ് പോകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അത്രയ്ക്ക് മികച്ച അഭിപ്രായങ്ങളാണ് സിനിമ ചില മേഖലകളിൽ നിന്ന് ഡീഗ്രേഡിംഗ് നേരിട്ടെങ്കിൽ പോലും തിയേറ്ററുകളിൽ നിന്ന് ആദ്യ ദിവസം നേടിയെടുത്തത്. 50 കോടിയെല്ലാം തന്നെ നിലവിൽ ഉറപ്പിച്ചിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ബാക്കിയെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.